960 years പഴക്കമുള്ള ടെമ്പിള് കാണാൻ എൻ്റെ കൂടെ വന്നത് 90 years old ഉണ്ട് യങ് മാൻ. ഓക്കെ, യങ് ചാപ്പ്. 70 years ago. Now I'm 90 years old. About 30 or 40 years ago, Okay. I was a judge. Judge. Okay. You was a judge. Somebody called. Okay. Somebody called. Yeah. It was you. Okay. Yeah. അമ്മ കോർട്ടിലെ ജഡ്ജ് ആയിരുന്നു. ഓക്കെ, മുനിസിപ്പൽ കോർട്ട്. He was a judge. Okay. You look so smart. You look so smart. You don't smart. Yeah. See. You don't look 90 years. Many people will say so. Yeah. But I can't believe myself. No, you look so handsome. Handsome? Yeah, so handsome. Yeah. See, you don't have any wrinkles in your face. 90 years. Yeah. You have to see. Where are you from? I am from India. How do you say in the country, in this case? Yukasha. Oh. Okay. എന്തോ ഒരു യുക്കഷ എന്ന് പറയാനും ഇവിടെ ജാപ്പനീസിൽ പറയുന്നത് നമ്മളിങ്ങനെ ഇവിടെ ഞാൻ വെറുതെ കറങ്ങി തിരിഞ്ഞ് വന്നതാണ്. അപ്പം ഇതിനകത്തു നിന്നാണ് ആ വിഗ്രഹം എടുത്തുകൊണ്ട് പോയത്, ഒരു സ്വർണ്ണ വിഗ്രഹം. ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് മുറിച്ച് വെച്ചേക്കുന്നു സീരിയസ്ലി. ഗുഡ് മോർണിംഗ്. രാവിലെ ഞാൻ 23rd ഫ്ലോറിൽ വന്നു. ഓക്കെ, നമ്മൾ 10th ഫ്ലോറിലായിരുന്നു. നൈറ്റ് ഐ കുഡ്ന്റ് സ്ലീപ്പ്. എൻ്റെ മുഖം കണ്ടാൽ നോക്കാൻ വയ്യ. എനിക്ക് ഉറക്കമില്ലെങ്കിൽ എന്നെ ഫുള്ള് റോങ് ആണ്. ഓക്കെ, സോ ക്ലീനിങ് ഈസ് ഗോയിങ് ഓൺ മോർണിംഗ് ഉള്ളി. ഓക്കെ, 2 മണിയായപ്പം ഞെട്ടി വന്ന്. അത് ഹൈവേ സൈഡ് ഞാൻ പറഞ്ഞു, ഇവിടെ ഒന്നും കാണാനില്ല, നമുക്ക് ഹൈവേ സൈഡാണ്. ഓക്കെ, സോ 23:08 ഞാനിവിടെ വന്ന് ഞാൻ രാവിലെ ഞാനോർത്ത് ആദ്യരാത്രിക്ക് ഇറങ്ങി 3 മണിയായപ്പോൾ വിളിച്ച് പറഞ്ഞ് ഷിഫ്റ്റ് ചെയ്യിക്കണമെന്നൊക്കെ. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനല്ലോ എന്ന് വിചാരിച്ചു. ചുമ്മാ ഒരു വിധത്തിൽ കിടന്നു, ഉറങ്ങാനേ പറ്റിയില്ല. ഒന്നാമത് ഇന്നലത്തെ ലോങ് ഡേ ടയറിങ്ങും എല്ലാം കഴിഞ്ഞിട്ട്. ഓക്കെ, സോ എല്ലാം ഡബിൾ റൂമിനുള്ള എല്ലാം ഉണ്ട്. റൂം എല്ലാം അത് തന്നെ വലുത്. എനിക്ക് കുറച്ച് ഇൻറ്റീരിയർ ഇത് പഴയ പഴ പോലെ തന്നെയുണ്ട്. പക്ഷേ മറ്റേ ഇൻറ്റീരിയർ കുറച്ച് ഇവിടെ വേറെ കളറൊന്നും അല്ലല്ലോ, മനുഷ്യനെ കിടന്ന് ഉറങ്ങണ്ടായോ. സോ എവറിത്തിങ് ഈസ് സെയിം. ഓക്കെ, എവറിത്തിങ് ഈസ് സെയിം. പക്ഷെ
ഒരു രക്ഷയില്ലായിരുന്നു, ഉറങ്ങാൻ പറ്റില്ല. ഇവിടുത്തെ ഞാൻ പ്രത്യേകം പറഞ്ഞു, അപ്പോൾ അവർക്ക് മനസ്സിലായി ചേച്ചി കാർ നോയ്സ്, കാരണം അത് ഹൈവേ ആണ്. നൈറ്റിൽ ഭയങ്കര സൗണ്ടോടാണ് പോകുന്നത്. ആദ്യമായിട്ട് സൗണ്ട് പ്രൂഫ് അല്ലേ ഇത്. ഓക്കെ, സാധാരണ എവിടെ ആയാലും അറിയില്ല. നല്ല പെർഫെക്റ്റ് സ്ലീപ്പർ. സി അല്ലേ, അതിൻ്റെ കീഴിലായിരുന്നു ഞാൻ. ഓക്കെ, ഐ ഷോ യു. സി, ഞാൻ എത്ര താഴെയായിരുന്നു കേട്ടാ. ആ ഹൈവേയുടെ അടുത്തായിട്ടായിരുന്നു, ആ സൈഡിലായിരുന്നു റൂം. ഓക്കെ, ഇറ്റ് വാസ് അവർ തന്നെ ചോദിച്ചപ്പോൾ അവർക്ക് അറിയാം. ഓക്കെ, സോ ഇവിടുന്ന് കുറച്ച് വ്യൂ ഉണ്ട് കേട്ടോ. നല്ല ഇത് വ്യൂ കാണാനൊന്നും അല്ല, ഇവിടെ വ്യൂ നോക്കിയിട്ട് അവിടെ നല്ല മൗണ്ടൻസ് ഒക്കെ ഉണ്ട്. ബിൽഡിംഗ് അല്ല അതിൻ്റെ അപ്പുറത്ത്, അതൊന്നും കാണാനല്ല. മനുഷ്യന് മനസ്സമാനത്തായിരുന്നു ഉറങ്ങണ്ടേ. കണ്ടല്ലോ അവിടെ നല്ലൊരു റിസോർട്ടൊക്കെ ഉണ്ട് താഴെ, ലേറ്റക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ അതല്ല കാര്യം, ഇത് ഹസിൽ ബസിലാണ് ഒസാക്ക. അത് ആക്ച്വലി ഞാൻ ജസ്റ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ടില്ല ഒസാക്കയിൽ, വന്ന് പോയിട്ടേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ ഹസിൽ ബസിൽ സിറ്റി. Anyhow, it's a sunny day, but I am very much tired because of lack of sleep. ഉറക്കമില്ലാത്തതുകൊണ്ട്. എനിവേ ഇതെല്ലാം കൊണ്ടുവന്നു എന്താണ് റെഡിയായി അങ്ങോട്ടെങ്കിലും ഇറങ്ങാം. ഞാനൊന്ന് ഷവർ എടുത്തിട്ട് ഇറങ്ങാം. ഓക്കെ, ഫൈനലി ഇവിടെ തന്നെ 32 ഫ്ലോർ, 34 ഉണ്ട്. ഓക്കെ, 34 ഫ്ലോർ ഉണ്ട്. ഓക്കെ, ഞാനിപ്പം എന്താ പറയുക 23-ലായതുകൊണ്ട് രാവിലെ ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 1 o'clock 10 വരെ കിടന്ന് സർക്കസായിരുന്നു. രാത്രി ഞാൻ 2 മണിക്ക് വിളിച്ച് പറയണമെന്ന് ഓർത്ത് ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ തന്നെ എഴുന്നേറ്റ് ഷിഫ്റ്റ് ചെയ്യണമല്ലോ എന്ന് ഓർത്ത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഭയങ്കര ഹസിൽ ബസിൽ സിറ്റിയാണ്. ഓക്കെ, ഒസാക്ക. ഞാൻ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഒരു 1 day വന്നു പോകുമായിരുന്നു. ഓക്കെ, ഹസിലും അതൊക്കെ കണ്ടിട്ട്. പക്ഷെ ഇത്തവണ സപ്പോർട്ട് ഇതൊക്കെ ആയതുകൊണ്ടെന്ന് ഞാൻ 1 week എടുത്ത് 2 ഹോട്ടലായിട്ട് ഐബിസിലുമായിട്ട്. ചെവി ഇതാണ് നല്ല ഹൈറ്റ്. പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് എത്തും. ഇവിടെ അത്ര ഇല്ലെങ്കിലും 6 ലിഫ്റ്റേ ഉണ്ട്. 336 ഉണ്ട്. മറ്റിടത്ത് കുറേ ഉണ്ടല്ലോ, ഒരു സൈഡിൽ തന്നെ 5-8 ഉണ്ട്. സോ അത് കാരണം ഇന്നലെ ഇവിടെ ക്യൂ ആയിരുന്നു രാത്രി വന്നിട്ട്. ഓക്കെ, ഇതാണ് ഞാൻ ഹോട്ടലൊന്നും കാണിച്ചില്ല വന്നപ്പം. ഇതും അത്ര ഇല്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. ഓക്കെ, സോ ചെക്ക് ഇൻ പ്രോസസ്സ് നടക്കുന്ന കാര്യം 10 എന്താ പറയുക, ഇല്ല ചെക്ക് ഇൻ പ്രോസസ്സ് ഇപ്പോഴേ ആവത്തില്ല. ഓക്കെ, സോ 3 o'clock ചെക്കിന്. ഓക്കെ, സോ ഇത് സെയിം ഹോട്ടൽ ഇൻറ്റീരിയേഴ്സ് എവരിത്തിങ്. ഞാൻ പറഞ്ഞ അവരോട് എൻ്റെ മുഖം കണ്ടോ, എനിക്ക് കണ്ണൊന്നും തുറക്കാൻ വയ്യ, ഓൾവേസ് പ്ലേസിങ് അമ്യൂണിറ്റിയാണ്. ഓക്കെ, അവർ ചിരിക്കുന്നത്. ഇത് അടുത്ത ലിഫ്റ്റ് ഇവിടെ ആയിരുന്നു. ഞാൻ ആദ്യം 10 ഫ്ലോർ 20 വരെ ഇവിടെ ജ്യൂസും ഇവിടെ ഒത്തിരി ബാറാണ് കൂടുതൽ കേട്ടോ. ഇതിനകത്ത് ഉണ്ട്, അതല്ല പുറത്ത് ഫുള്ള് ബാറ്. ഇവിടെ സ്ലോട്ടറും കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെ. നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ലോഞ്ചിലിരിക്കാനടുത്ത് നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഷോപ്പ് ഫ്ലവർ കഫേയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മൗണ്ട് പാർനസ് ഞാൻ ആദ്യം കേൾക്കുക. ഓക്കെ, ഇത് ഡ്രൈ ഫ്ലവേഴ്സ് ആയിരിക്കും അതിൻ്റെ. പിന്നെ ജ്യൂസ് ഒക്കെ ഉണ്ട്. അതല്ല, ഇത് സ്മോക്ഡ് സാൽമൺ സാൻഡ്വിച്ച്, ഫ്രൂട്ട് സലാഡ് സാൻഡ്വിച്ച്, മിലാനോ സാൻഡ്വിച്ച്. മിലാനയ്ക്കതൊക്കെ എന്തോ ഇറച്ചി പച്ചക്കിരിക്കുന്നു. ഓക്കെ, ഫ്രൂട്ട് സലാഡ് ഓക്കെയാണ്. സ്മോക്ക് സാൽമണും പച്ചക്കിരിപ്പുണ്ട്. ഓക്കെ, സ്മോക്ക് ഉണ്ടെന്ന്. യോഗട്ട്, 3 യോഗട്ട് മേടിച്ച് കഴിക്കണം. എൻ്റെ വയറ് അല്ലേ ഒരു എന്താ പറയുക കൂളാവും. അല്ലേ കൂളിന് കുഴപ്പമില്ല. ഇവിടെ ഞാൻ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണിക്കുക, അതാണ് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, സോ ഇത് കണ്ട സംഭവമൊക്കെ വലിയ ടവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതാ ഇവിടെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ മൊത്തം ഹൈവേ ആണ്. ഒരു ക്ലീനിങ് ആണ്. കണ്ട ഒരു ലേഡീസ് ഷോപ്പിൽ
ടിഷ്യൂ വെച്ച് ഇങ്ങനെ ഗ്ലാസ് തുടച്ച് നിൽക്കുന്നത്. അത് ഇന്നലെ ഞാൻ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇറങ്ങി രണ്ടാമത് ബാഗ് 2 ട്രിപ്പായിട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് അല്ലാത്ത ലേഡി മീൻസ് ചെക്കൗട്ട് ചെയ്തോന്നറിയാൻ ചെക്ക് ചെയ്യാൻ വരുന്ന സ്റ്റാഫാണ്. പുള്ളിക്കാരത്തി ഞാൻ നോക്കുമ്പോഴത്തേക്ക് ടവലിട്ട് ഫുള്ള് ഫിംഗർ പ്രിൻ്റ് എല്ലാം വായിക്കുന്നു. ഓക്കെ, ഫുള്ള് ടവലിട്ട് ഡോറിൻ്റെ ഒക്കെ അവിടെ ഉള്ളത്. സോ അതാണ് ഞാൻ കാണുന്നത്. ഇതാണ് ഇവിടെ പാർക്കിങ്ങിൻ്റെ അതല്ലതാ ഇതാണ് നമ്മുടെ അപ്പ ഹോട്ടൽ. അങ്ങോട്ടുണ്ട് കണ്ടോ, ഇതാണ് ഇവിടുത്തെ അപ്പ ഹോട്ടൽ. ഇവിടെ പാർക്കിംഗ് ഉണ്ട് കണ്ടോ. അവിടെ ഒക്കെ നന്നായിട്ടുണ്ട് എല്ലാം. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം ഈ സൗണ്ട്. അതായത് എന്താ പറയാ, മിഡ് നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഹൈവേ ആണ് കണ്ട. അപ്പൊ 10ാമത്തെ ഫ്ലോർ ആകുമ്പോൾ ഈ ഓവർ ബ്രിഡ്ജിൽ കൂടെ പോകുന്ന വണ്ടിയാണ്. എന്താ സൗണ്ടാ, എന്ത് സൗണ്ടായിരുന്നു ആദ്യം. എനിക്കാണെങ്കിൽ എന്താ പറയാ, എൻ്റെ ഏറ്റവും ഞാൻ പറയും, ഞാൻ എൻ്റെ ബ്യൂട്ടി ടിപ്പ് എന്ന് പറയുന്നത് എൻ്റെ സ്ലീപ്പാണ്. ഓക്കെ, ഐ നീഡ് സ്ലീപ്പ്. 8 തൊട്ട് 10 അല്ല 12 മണിക്കൂർ ഞാൻ എനിക്ക് ഉറങ്ങണം. ഈവൻ അത് 1 അവർ 8 മണിക്കൂർ ഓക്കെയാണ്. ഓക്കെ, അത് 7 hours ആയാൽ പോലും എനിക്ക് ഞാൻ ടോട്ടലി അൺകംഫർട്ടബിൾ ആകും. ടോട്ടലി എൻ്റെ എന്താ പറയുക ടെക്സ്ചർ അങ്ങ് മാറും, എൻ്റെ മുഖം അങ്ങ് മാറും ഭയങ്കരമായിട്ട്. ഓക്കെ, സോ അതാണ് കണ്ണൊക്കെ അങ്ങോട്ട് ഒരുമാതിരി ആയി. അയ്യോ, ഷെയ്ഡ്സ് എടുത്തില്ല. ഷെയ്ഡ്സ് എടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ പോയിട്ട് വരട്ടെ, ഷെയ്ഡ്സ് എടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ എന്തെങ്കിലും ഒന്ന് മറക്കും എപ്പോഴും. കാരണം ഷെയ്ഡ്സ് എടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്കാണ്, അതുകൊണ്ടല്ല എനിക്ക് കണ്ണല്ലേ തന്നെ തുറക്കാൻ വയ്യ. ഓക്കെ, സോ ഒരാവശ്യമില്ല. ഓക്കെ, പോയിട്ട് വരാം. You look so smart. You look so smart. You don't smart. Yeah. See. You don't look 90 years. Many people will say Yeah, so. yeah. But I can't believe No, myself. you look so handsome. Handsome? Yeah, so handsome. Yeah. See, you don't have any wrinkles in your face. 90 years here. Yeah. Where You are have you to see. Where are Yeah. you from? And I am from India. Huh? India. India. Oh, India. Kanji. Yeah. Great. Kanji was See? great. Yeah.
യു ലുക്ക് സോ സ്മാർട്ട്. പുള്ളിക്കാരൻ പറയായിരുന്നു എനിക്ക് പറഞ്ഞുതരാം. ഓക്കെ, കുറച്ച് സ്ലോ ആണ്, ഞാൻ 90 ഇയേഴ്സാണ് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. ഓക്കെ, ഞാനിവിടെ ടെമ്പിൾ പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ എന്നോട് ഈസി വേ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ട്രെയിൻ സ്റ്റേഷനിലോട്ട് ഓടി വരും. ഓക്കെ, സോ യാ യു ലുക്ക് സോ സ്മാർട്ട്. സോ സ്മാർട്ട്. So 70 years ago. Now I'm 90 years, so about 30 or 40 years ago, Okay. I was a judge. Judge. Okay. He was a judge. Somebody called. Okay. Somebody called. Yeah. It was. Okay. Yeah. Samay കോർട്ടിലെ ജഡ്ജ് ആയിരുന്നു. ഓക്കെ, മുനിസിപ്പൽ കോർട്ട്. He was a judge. Okay. So, see now. ഞാൻ വേണ്ടാന്നുകൊണ്ട് ഇത്രയും ദൂരം എൻ്റെ കൂടെ നടന്നു വരുവാ പാവം. ഓക്കെ, എനിക്ക് തന്നെ വിഷമം തോന്നി. അന്നേരമാണ് അന്ന് കഥകൾ സംസാരിക്കാൻ ഒരാളെയും കിട്ടി എനിക്ക്. ഓക്കെ, വിശേഷങ്ങളൊക്കെ കുറെ പറഞ്ഞു. ഞാൻ പറയാം. വാക്കിംഗ് വിത്ത് എ ജഡ്ജ്. Ganji. In the country, Yeah. there's a famous how do you say in the country, in this case, Yukasha. 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 Oh. Yukasha. ഓക്കെ. എന്തോ ഒരു യുക്കഷം എന്ന് പറയാനും ഇവിടെ ജാപ്പനീസിൽ പറയുന്നത് നമ്മളിങ്ങനെ നമ്മൾ പ്രയാസപ്പെട്ട് പോകുന്നതിനാണ്. പാവം, എനിക്ക് വയ്യ, എനിക്ക് വിഷമം വരുന്നു കേട്ടോ. ഞാൻ ആ സ്റ്റേഷനിൽ, മെയിൻ സ്റ്റേഷനിൽ പോകാൻ പോയത്. അപ്പൊ ഇതാണ് ഈസിയസ്റ്റ് വേ എന്നും പറഞ്ഞ് നമ്മുടെ സ്റ്റെപ്സ് പാവം ഇറങ്ങുന്നു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഈ ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് എന്താ പറയാ കോൺവെർസേഷൻ ഈ ലൈക്സ്. I am feeling so guilty because of you, because you are. Who are you talking? Oh. With your husband? Yeah. Your No. He's in India. We bachelor steps, please. Yeah. Thank you. Thank you. Yeah. Steps. I'm feeling so bad. About a month ago, Oh. I fall down to the floor of the car. Oh my God. Oh. Now you are okay? So Please. have to be careful. Yeah, it's very careful. Should be. They are of 90 years old. 90. This is 90 See, years. so people have to see this. Otherwise, I won't take like this video. I have to see. I feel so bad. Actually, ഞാൻ പുള്ളിക്കാരനോടൊന്നും ചോദിച്ചില്ല. അപ്പം ഞാൻ ക്രോസ് ചെയ്യാൻ നിന്നപ്പം സിഗ്നൽ ക്രോസ് ചെയ്യാൻ നിന്നപ്പോഴത്തേക്ക് ആ സ്റ്റേഷനാണോ വേറെ ഏതെങ്കിലും സബ്വേ എടുത്ത് പോകുന്നതാണോ ഈസിന്ന് അവിടെ ഒരു പയ്യൻ സൈക്കിളിൽ നിന്നു. അവനോട് ചോദിച്ചു, ഒരു യങ് പയ്യനാണ്. അവന് മനസ്സിലായില്ല. പുള്ളിക്കാരൻ ദൂരെ നിന്ന് നടന്നു വന്ന് ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നാ ചോദിക്കുന്നത്. എന്നോട് ബാ ഞാൻ കൊണ്ടുപോകാൻ എന്നും പറഞ്ഞിട്ട് വന്ന് ഞാൻ വിചാരിച്ചു ഇപ്പം ഇതാകും. എന്നിട്ട് അവിടെ ഒരു സുഷി, ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ഇപ്പുറത്തെ മുഴുവനും ഹസിൽ ഷോപ്സാണ്. ഓക്കെ, നൈറ്റിൽ ഭയങ്കര വൈബ്രന്റ് ഷോപ്സാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഓക്കെ. അപ്പം എന്നോട് ചോദിച്ചു ലഞ്ച് കഴിച്ചോന്ന് ചോദിച്ചു. ഓൾറെഡി ഇപ്പം ലഞ്ച് ടൈം കഴിഞ്ഞല്ലോ. പാവം, ഞാൻ പുള്ളിക്കാരനൊരു സുഷി കടയിലോട്ട് കയറാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ലഞ്ച് കഴിക്കാനില്ല, ഞാൻ പൊക്കോളാം, സാർ കഴിച്ചോന്ന് പറഞ്ഞു. ഇല്ല, അത്ര ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട്. ഇത്രയും ദൂരം നടന്ന് ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞ് സബ്വേ വന്ന് ഇവിടെ ഇത് അത്രയും സ്റ്റെപ്പ് കയറുന്ന മാത്രമേ 2 o'clock ആയി. ഓക്കെ, പാവം അതല്ല, ഹാഫ് ആൻ അവർ ഉണ്ട്. പിന്നീട് പുള്ളിക്കാരൻ പറയാ
അങ്ങ് എന്നോടങ്ങ് എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടവർക്ക് നടന്ന് ഇത്രയും എന്താ പറയാ എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി. എന്നിട്ട് സ്റ്റേഷൻ മാസ്റ്ററോട് വിശദമായിട്ടെല്ലാം പറഞ്ഞ് ഈസി ആയിട്ട് ഉള്ള വേ അതാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്നോട് പുള്ളിക്കാരനും കൂടെ വരട്ടെ ഇനി താഴോട്ട് ട്രെയിനിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ ഇപ്പം ഇറങ്ങിയ പോലെ പാവം ഞാൻ മുമ്പൊന്ന് വന്നിട്ടുണ്ട്, ഒസാക്ക വന്നിട്ടില്ലെന്നേ ഉള്ളൂ, ഒസാക്ക ജസ്റ്റ് വന്നു പോയോ. പക്ഷെ പുള്ളിക്കാരൻ എന്തൊരു കെയർ. എന്നിട്ട് എന്നോട് പറയാണ് ജാപ്പനീസ് പീപ്പിൾ ഇംഗ്ലീഷ് അറിയത്തില്ല, അതുകൊണ്ടൊന്നും തോന്നരുത്, ചിലർക്ക് ഇങ്ങനെ കാണിക്കും, അത് അവർക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ബ്രോക്കൺ ഇംഗ്ലീഷൊന്നും അല്ല, ഈ സ്പീക്സ് വെരി വെൽ. ഓക്കെ, സോ നമ്മുടെ ഭയങ്കര PG വരെ എടുത്തവരോട് ഒരു കാര്യം ചോദിച്ചാൽ സംസാരിക്കുന്നതിൻ്റെ പറയാതിരിക്കുന്നത് വേണം. ഓക്കെ, സോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പാവം എനിക്ക് ഇവിടെ വന്നിട്ട് സ്റ്റേഷൻ മാസ്റ്ററോട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്നോട് ഞാൻ വിചാരിച്ചിരുന്ന ഈ പാവം ഒരു സുഷി പോയി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് എനിക്കറിയാം അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് ഞാൻ ഓഫർ ചെയ്ത്, കാരണം എനിക്ക് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ അടുത്ത് പോകും, എനിക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ ട്രെയിൻ വരുന്നു. ഓക്കെ, സോ പാവം ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് സോ ബാഡ് ബോത്ത്. ഓക്കെ, ട്രെയിൻ കംസ്. ഓക്കെ, ജപ്പാനിലെ തന്നെ ഏറ്റവും എന്താ പറയുക ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഏൻഷ്യൻ്റ് പുരാതനമായിട്ടുള്ള ഒരു ടെമ്പിളാണ് ഷിറ്റ്നോജി ടെമ്പിൾ. ഓക്കെ, സോ അതിൻ്റെ സ്ട്രീറ്റിലാണ് ഞാൻ വന്ന സ്റ്റേഷൻസ് ഒക്കെ. അത് ആസ് യൂഷ്വൽ ഞാൻ പറയാറുണ്ട്, എപ്പോഴും ഞാൻ പറയുന്ന പോലെ എന്താ പറയുക, ഏത് സ്ഥലത്ത് ഞാൻ ആദ്യം ചെന്നാലും ഫസ്റ്റ് ഡേ ഞാൻ ആദ്യം പോകുന്ന ഏതെങ്കിലും ഒരു ഷ്രൈന്, ടെമ്പിൾ, ചർച്ച്, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ ആദ്യം അവിടെ പോയിട്ട് ഞാൻ തുടങ്ങുന്നത്. അപ്പം ഇത് കുറേ ദൂരമുണ്ട്. ഓക്കെ, സോ നല്ല തുലിപ്സ് എന്താണെന്നറിയില്ല, എല്ലാവരും വീടാണോന്നറിയില്ല, നല്ല തുലിപ്സിന്. അപ്പം അത് പറയാൻ കാരണം ചില കോയിൻസിഡൻസ് ആണ്. അല്ലെങ്കിൽ ഞാൻ ആദ്യം ഇറങ്ങി ഷെയ്ഡ്സ് എടുക്കാൻ വേണ്ടി തിരിച്ചു പോയി. ഓക്കെ, അപ്പോൾ പിന്നെ കാണില്ലായിരുന്നു. സെക്കൻഡ് വന്നു, എന്താ പറയുക, അവിടെ ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇനി സബ്വേ വല്ലതും വേറെ ഉണ്ടോ, കാരണം ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണല്ലോ സ്റ്റേ ചെയ്യുന്നത്. കാര്യം നമ്മൾ ഒസാക്ക കാസിൽ പോകുമ്പോൾ നമ്മൾ നേരെ വന്ന് ഒസാക്ക വന്നിറങ്ങി ഞാൻ നേരെ അങ്ങ് പോവുമായിരുന്നു. അതെനിക്ക് അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നേരെ ഇറങ്ങി അങ്ങ് പോയി. അന്ന് ഞാൻ കുറേ വീഡിയോ നന്നായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെപ്പോലെ അന്തം ഇല്ലാത്ത ഒരു എണ്ണത്തിന് ചെയ്യാമെങ്കിലും ഇതുപോലെ വന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഒരു മനുഷ്യരോട് പോലും ചോദിക്കാതെ ജസ്റ്റ് ഇറങ്ങി അങ്ങ് നടന്ന് ചെന്നത് കാസലിൻ്റെ എൻട്രൻസിലോട്ട് പോകുന്നത് കഴിക്കായിരുന്നു. ഓക്കെ, സോ അപ്പം ഞാൻ പറഞ്ഞു ഇഫ് ഐ ക്യാൻ എനിബഡി ക്യാൻ. അത് ഇത്രയും നാളിപ്പോൾ രണ്ടാമതാണ് ഇത്രയും നാളിപ്പോൾ തന്നെ 2 weeks കഴിഞ്ഞ് ഞാൻ ജപ്പാനിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ട്രെയിനിനകത്ത് കയറി ഇരുന്നപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ പെട്ടെന്നൊരു കുഞ്ഞിക്കുട്ടിയായി മാറി. എന്നുവെച്ചാൽ ഓഫ്കോഴ്സ് എൻ്റെ മനസ്സെപ്പോഴും ഒരു 5 വയസ്സിന് മേപ്പോട്ട് വളർന്നിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ഞാൻ ഒന്നും അറിയാൻ വയ്യാതെ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ഒന്നും അറിയാത്തൊരു കുട്ടിയെ പിടിച്ചിരുത്തിയ പോലെ ആയിപ്പോയി. കാരണം എനിക്ക് കുറച്ച് സമയമെടുത്ത് ഓക്കെ എൻ്റെ സ്റ്റേഷന് വരുമ്പോൾ ഇറങ്ങാനും ഒക്കെ എന്തോ എനിക്ക് ആകപ്പാടെ ഞാൻ പെട്ടെന്നൊരു ഡിലമ്മയായി. കണ്ടോ, നേരെ അങ്ങ് പോവുക, ഒന്നും അറിയില്ല. ഞാൻ ഗൂഗിൾ മാപ്പോ ഒന്നും നോക്കിയല്ലോ നടക്കുന്നതൊക്കെ, നിങ്ങൾ കാണുന്നതാണ്. കാരണം ഞാൻ എന്താ പറയുക രാവിലെ എഴുന്നേറ്റ് അതിനകത്ത് നോക്കി സെർച്ച് ചെയ്ത് നോക്കി. ഈ സ്റ്റേഷൻ്റെ പേര് ഞാൻ മറന്നുപോയി. സബ്വേ ഉണ്ടെന്നറിയാമായിരുന്നു. ഓക്കെ, സോ ഞാനിപ്പോൾ അതിൻ്റെ മുമ്പിലാണ്. അറിയാതെ ഞാൻ നേരെ നടന്ന് പോകായിരുന്നു, ഇവിടാന്ന് അറിയില്ല, ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഓക്കെ, അതൊക്കെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഗോഡ് ബ്ലെസ് ചൈൽഡാണ് ഞാനൊക്കെ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. ഐ ലവ് ഓൾ ഗോഡ്സ്, ഐ റെസ്പെക്റ്റ് ആൻഡ് ഐ ലവ്. സോ ദാറ്റ്സ് വൈ എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അത് ഇന്ന് ശരിക്കും അതൊരു ഭഗവാന്റെ ഒരു രൂപമായിട്ട് തന്നെ എൻ്റെ മനസ്സിലിരിക്കുന്നു. ഓക്കെ, വിമാനമായിക്കോട്ടെ കുട്ടികൾ പോകുന്നു, അത് ഭയങ്കരമായിട്ട് നോക്ക്. സ്റ്റേ വിത്ത് മീ.
960 ഇയേഴ്സ് പഴക്കമുള്ള ടെമ്പിള് കാണാൻ എൻ്റെ കൂടെ വന്നത് 90 ഇയേഴ്സ് ഓൾഡുള്ള യങ് മാൻ. ഓക്കെ, ഇറ്റ്സ് എൻ യങ് ചാപ്പ്. ഹാറ്റ്സ് ഓഫ്. ഈ കുളത്തിൻ്റെ പ്രത്യേകത ആമക്കുളമാണ്. ആമക്കുളം എന്ന് ഞാൻ അങ്ങ് പറയും കേട്ടോ. ഓക്കെ, ആമ ടോട്ടോയിസുകളാണ്. ഓക്കെ, ഫുള്ള് കണ്ട അതിങ്ങനെ ജീവനില്ലാത്ത പോലെ കിടക്കുന്നത്. ജീവനുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് പ്രതിമയായിരിക്കുന്നു. എന്താ അതിനകത്ത് പ്രതിമയല്ല, അത് ജീവനുള്ള ആമകൾ ഉണക്കാനിട്ടേക്കാണ്. വേറൊരു പ്രത്യേകതയാണ് ഈ 5 സ്റ്റോറി പഗോഡ. അത് ആ സൈഡിൽ ചെന്ന് അതൊന്നും കാണത്തില്ല. ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. നല്ലൊരു നമ്മുടെ നാടൻ ഒരു അമ്പലത്തിൻ്റെ ഒരു കെട്ടുമട്ടുകൊണ്ട് ഇവിടെ വന്നപ്പോൾ. ഓക്കെ, സോ അത് എൻ്റെ ഇവിടെ താമസിക്കുന്ന വീടുകളും ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയയാണ്. പക്ഷെ ആ വീടിൻ്റെ ഭംഗി തന്നെ നോക്കും. അതും എത്രയോ നൂറ്റാണ്ട് മുമ്പുള്ള ആർക്കിടെക്ചർ ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് so beautiful ambience. Feel like this. ഇവിടെ സപ്പൂരൊന്നും നമ്മളെ ഇപ്പം അത് നോക്കാതെ വേറൊരു രീതിയിലാണ്. റൗണ്ട് മൊത്തം സപ്പൂര കേട്ടോ. ഇത് ഇങ്ങനെയല്ലതാ, റൗണ്ടായിട്ട് കണ്ടോ. ആ ഒരു കുളമാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു തടാകം പോലെ. ഓക്കെ, അതിനകത്ത്
ചുറ്റിന് സഫൂറിയ അതവിടെ അടച്ചിട്ട് സഫൂറ
ഇവിടെ ഞാൻ വെറുതെ കറങ്ങി തിരിഞ്ഞ് വന്നതാണ്. കണ്ടോ, ഇതിനകത്തു നിന്നാണ് ആ വിഗ്രഹം എടുത്തുകൊണ്ട് പോയത്. ഒരു സ്വർണ്ണ വിഗ്രഹം. ഒരു അപൂർവ, അറിയാതെ ഞാൻ എൻ്റെ മുമ്പിൽ കൂടെ വന്ന് ചാടിയതാണ്. ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് ഒരു അപൂർവ ഭാഗ്യം. അത് പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നുകൊണ്ടേ അവർ തുണിയിട്ട് മൂടി. ഞാൻ മാത്രമേ ഇവിടെ സൈഡിൽ നിൽക്കുന്നുള്ളായിരുന്നു. ഒക്കെ ഒരു കോർണർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരാരും എടുത്തില്ല വീഡിയോ. ആ മാത്രം. അതൊരു അപൂർവ ഭാഗ്യം. സക്കൂറെ പോലെ അതൊക്കെയാണ് നമ്മുടെ യാത്രയിൽ കിട്ടുന്ന രസങ്ങളും ഒരു ദൈവത്തിൻ്റെ ഒരു ഞങ്ങൾക്ക് ഒരു full bloom. Almost at full bloom. So pretty. Beautiful. സോ ഇതിനകത്ത് എൻട്രി ഇതാ പഗോഡ, മൈസൂർ പഗോഡ. അകത്ത് നിന്നാലേ ഇത് ഫുള്ള് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് മെയിൻ ടെമ്പിൾ. ഇവിടെ മെയിൻ ടെമ്പിളിൻ്റെ അടുത്ത് 500 തന്നെ ടിക്കറ്റ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് നോക്കാം. ശരി, staircases. ജസ്റ്റ് ക്ലോസിങ് ടൈം. ഓക്കെ, ഓ അതിൻ്റെ മേള് വരെ പോയി
കയറി ഇറങ്ങിയിട്ട് വരുവാണൊക്കെ. നമുക്ക് ഇങ്ങനെ സ്പെയറായിട്ട് ഭയങ്കരമായിട്ട് സ്റ്റെപ്പിലൊന്നും ഇരിക്കാൻ പാടില്ല. ഭയങ്കരമായിട്ട് അത് നമ്മൾ നേരെയുള്ള സ്റ്റെപ്പല്ല, കാണുമ്പോൾ ഒന്നുമില്ല. അത്രയും പകോട കയറി ഇറങ്ങിയിട്ട് വരുവാണ്. ഇത്രയും അതിനകത്ത് പകോടയ്ക്കകത്തെ കാഴ്ചയാണത്. അവിടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. മേളിൽ അവിടെ ചെന്നപ്പോൾ എടുക്കാം വീഡിയോ. ഇത്തിരി താഴെ ഒന്നും എടുക്കാൻ പാടില്ല. ഇതാണ് പകോടയുടെ രഹസ്യം. ഓക്കെ, രഹസ്യ പകോട സ്റ്റോപ്പ് വരെ കയറിയിട്ടാണ് വന്ന് അതിൻ്റെ സ്റ്റാൻഡ് മേളിലുള്ള അവിടെ വരെ പോയി നമ്മൾ കണ്ട. സോ ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സെൻഡ് ഓഫ്. ഭയങ്കരമായിട്ട് ലോകത്തിലെ തന്നെ എന്ന് പറയാം. ഓക്കെ, ജപ്പാനിലെ തന്നെ അതിൻ്റെ ഏറ്റവും പഴയ ടെമ്പിള് ആണ് എൻ്റെ ടെമ്പിള്. അവിടെ ഫോട്ടോയും വീഡിയോ ഒന്നും അല്ല ഇവിടെ അല്ല. അവിടെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് കിട്ടുക. ഓൾറെഡി അത് ക്ലോസിങ് ആയി. കണ്ടോ പകോടയിലൂടെ കയറാം. കണ്ട പോകുന്നു ലാസ്റ്റ്. അത് എന്താ കാര്യം വെച്ചാൽ അവിടെ ഈ മെയിൻ ടെമ്പിളാണിത്. ഓക്കെ, ഇവിടെ അതിനകത്തോട്ട് ഞാൻ കയറുകയല്ല. പൂജാരി എൻ്റെ തൊട്ട് മുമ്പല്ലേ പൂജാരി തട്ടിപ്പോയി. അവിടെ അയാൾ വന്നിരുന്ന് ഭയങ്കരമായിട്ട് ഇത് പൂജ നടക്കുമായിരുന്നു. അങ്ങനെ അതും കുറച്ച് നേരം കാണാൻ പറ്റി. അവിടെ ഫോട്ടോയും വീഡിയോ ഒന്നും അല്ലാതെ ഇത് ആ സ്പൈറൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അതാ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, സോ ഇറ്റ് വാസ് ആൻ ഓസം എക്സ്പീരിയൻസ്. അതിൻ്റെ നല്ല ബ്ലെസ്ഡ്. നോക്ക്, ഇവിടെ നല്ല ചൂടായിരുന്നു ഞാൻ കയറി പോകുമ്പോൾ. ഈ ടെമ്പിൾ അതിനകത്ത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്താ പറയുക, ഇതാണ് വെങ്കലം കൊപ്പറ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, സോ അതിനകത്തുള്ള എന്താ പറയുക ചുവരിൽ കുറേ ചിത്രങ്ങളുണ്ട്. അത് ആക്ച്വലി പിന്നെ എന്താ ബുദ്ധ ഭഗവാൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ശിഷ്യഗണങ്ങളെ കാണുന്നതും അങ്ങനെ ആ ഒരു ഇതാണ്. പക്ഷേ മരിക്കുന്നത് അറിയാമല്ലോ, ഇങ്ങനെ ഇതാണ് റിക്ലൈനിങ് ബുദ്ധ, ലൈങ് ബുദ്ധയാണല്ലോ. ഓക്കെ, പക്ഷേ ഇത് ഇവിടെ ഇരിക്കുന്നത് ഒരു കാലിങ്ങനെ ധരിച്ച് വെച്ചിട്ട് ഉള്ള ഒരു ഇതാണ്. വലിയൊരു പ്രതിമയാണ്. പക്ഷെ അത് വെങ്കലമാണ്. പക്ഷേ ഓഫ് കോഴ്സ് ആയിരക്കണക്കിന് വർഷത്തിന് മുമ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തൊന്ന് തെളിഞ്ഞു കാണാം. സ്വർണത്തിൻ്റെ നല്ല കളർ കാണാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ അവരെല്ലാം പ്രിസർവ് ചെയ്തതെല്ലാം അങ്ങനെ പഴയ ആൾക്കാർ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ട്രഷർ സൂക്ഷിക്കുന്നത് ഇതുപോലുള്ള ബുദ്ധവിഗ്രഹങ്ങളിലാണ്. ഓക്കെ, സോ ഇന്നത്തെ നമുക്ക് സ്റ്റോറി ഇവിടെ അവസാനിപ്പിച്ച് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നേരം വരുമ്പോഴത്തെ ചേറങ്ങി പണി 4 കഴിഞ്ഞ് ഒന്ന് വെള്ളം കുടിച്ചിട്ടില്ല. ഓക്കെ, എനിവേ ഇറ്റ്സ് ഓക്കെ, സൈനിങ് ഓഫ്. വാച്ച് ഇതുപോലുള്ള നല്ല എപ്പിസോഡ്സുമായിട്ട് വരാം. നല്ല പ്ലീസ് കമൻറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു. സ്റ്റേ. നമ്മൾ ഫുക്കോക്കോയിൽ പോയപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു. ഓക്കെ, സോ അതേപോലെ ട്രെയിൻ സ്റ്റേഷനകത്തുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണെന്ന് പറയാം. ഇല്ലാത്തതൊന്നുമില്ല, എല്ലാം ഉണ്ട്. ഓക്കെ, സോ ബ്യൂട്ടി തിങ്സ് തൊട്ട് ഈറ്റബിൾ ഐറ്റംസ് എല്ലാം ഡിപ്പാർട്ട്മെന്റ് മീൻസ് പ്രൊവിഷൻ സ്റ്റോഴ്സ്. സുഷിയുടെ ഒരു വെറൈറ്റി ഉണ്ട്. എവറിത്തിങ് ഈസ് അണ്ടർ വൺ റൂഫ്. ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് മുറിച്ച് വെച്ചേക്കുന്നു സീരിയസ്ലി. അത് സുഷിയുടെ ആണെങ്കിൽ എനിക്കറിയാം കുറച്ചത് വിനീഗറിൽ സോട്ട് ചെയ്തു. കേട്ടോ, മറ്റേ മീനിന്ന് അവിടെ ഇരിക്കുന്നതൊന്നും എന്താ പറയാ സോട്ട് ചെയ്തതൊന്നുമല്ല, വെറും പച്ചയ്ക്ക് മുറിച്ച് വെച്ചേക്കുക. ഓക്കെ, സാൽമൺ സംതിങ് ടൈപ്പൊക്കെ ആ ഒരൊറ്റ കാര്യത്തിലുള്ളൂ. എനിക്കിതിനോട് യോജിക്കാൻ പറ്റാത്ത സകല സാധനമുണ്ട്. ഓക്കെ,
All cuisines, everything is there. Okay, no. The cave seems again for me.